ശരി, ഞാൻ വിളിച്ചോളാം. അപ്പൊ ഇന്നലെയൊക്കെ എവിടെയായിരുന്നു? ഇന്നലെ ഞങ്ങൾ ഊട്ടി, നീലഗിരി, കോട്ടഗിരി, മേട്ടുപ്പാളയം, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കറങ്ങി. തിരക്കിട്ടൊരു ടൂർ പരിപാടി അല്ലേ അച്ഛാ? ഇനി അങ്ങോട്ടാ? സുൽത്താൻ ബത്തേരി, ആലപ്പുഴ, ചാകര. ആ, അങ്ങനെ തന്നെ. ശരിക്കും അച്ഛൻ എങ്ങോട്ട് പോവാ? കഴക്കൂട്ടം. കഴക്കൂട്ടത്തോ? അവിടെ എന്നാത്തിനാ? അവിടുന്ന് 2 പെമ്പിള്ളേര് ചങ്ങലയും മുട്ടി ചാടിപ്പോയിട്ടുണ്ട്. തിരിച്ചവിടെ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. നോക്കണ്ടങ്ങള്, അവരെ ഇനി പിടിച്ചാ പിടി കിട്ടത്തില്ല, കൈവിട്ടു പോയി. ആണോ? എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അച്ഛൻ എന്തിനാ ഇവിടെ കാർ നിർത്തിയേ? ഞങ്ങളെ കണ്ടിട്ടാണോ? ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. നിങ്ങളുടെ ഇങ്ങോട്ടാ? ഇവളെ കിളികൊല്ലൂര് കൊണ്ടുപോയി വിടണം. അവിടെയാ ത്യാഗഭവനം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. ആ, എന്നാ പിന്നെ സമയം കളയണ്ട. എന്നാ വിട്ടോ, എറണാകുളത്തേക്ക് ഇന്ന് തന്നെ തിരിച്ചു പോട്ടെ. ആ, പോണം. രാത്രിക്ക് മുന്നേ എത്തണമെന്ന് അങ്കിളും ആന്റി ഓർഡർ ഇട്ടേക്കുന്നെ. ഇപ്പൊ തന്നെ മണി 2:30 അലീന ചേച്ചി, പോവാം. എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയോ? നാളെ അച്ഛൻ അങ്ങോട്ട് വരുമല്ലോ പാലായ്ക്ക്, ഇല്ലേ? ആ, മിക്കവാറും. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ അച്ഛാ. ആ, ശരി. എന്നാ പോ. അങ്കിളെ, ബൈ. അച്ഛാ, ടാറ്റാ. ടാറ്റ കൊടുത്തേ. പോട്ടെ അങ്കിളെ. ബൈ അച്ഛാ. ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്ക്. അവരെങ്ങനെ ഇവിടെ വന്നു? ആ, ഇതൊക്കെ ഓരോരോ കൊച്ചു കൊച്ചു അത്ഭുതങ്ങളാണ്ടോ. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർക്കിടയിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. ആ കുഞ്ഞ് ഏതാ ബാലേട്ടാ? അത് വേറൊരു അലീന. ഓർഫനാണോ? ഏതോ ഒരു അമ്മ പ്രസവിച്ച അനാഥാലയത്തിൽ ഉപേക്ഷിച്ചൊരു കുഞ്ഞ്. അലീനയ്ക്കൊപ്പം കഴക്കൂട്ട ഓർഫനേജിലുണ്ടായിരുന്നു. ഇപ്പൊ കിളികൊല്ലൂരിലെ ത്യാഗഭവനം എന്ന ഓർഫനേജിലാ.